ഒരു കോമഡിയുടെ ഏറ്റവും വലിയ ദുരന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ കോമഡി കൊണ്ട് വർക്ക് ആവാണ്ട് ഇരിക്കണ ഒരവസ്ഥ ഉണ്ടാവില്ല. ആ ചിരി കിട്ടിയില്ല, സാധനം വീണില്ല, മീറ്റർ സെറ്റ് ആയില്ല, അങ്ങനത്തെ അവസ്ഥ കൂടെ കടന്നു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ചില സംഭവങ്ങൾ നമ്മൾ വിചാരിക്കും ഇത് ഫ്ലോർ പറ ചിരിക്കും പേടിച്ചില്ലായിരിക്കുന്നു. നമ്മൾ അതങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോ ഒരു നിശബ്ദത ഉണ്ടാവും. അപ്പൊ കയ്യിന്ന് ഏറ്റില്ലേ അപ്പൊ കേറ്റി കളിക്കും. അപ്പൊ പറയും. പക്ഷെ ചില സമയത്ത് നമ്മൾ വിചാരിക്കും അതൊരു 15 ഉണ്ടാവുള്ളൂ, നമ്മള് 15 കയറി പിടിക്കാം. 5-15 ബമ്പർ. പെയിന്റ് പണിക്കാരൊക്കെ പോണല്ലേ വൈകുന്നേരത്തെ അതുപോലെ ഞങ്ങൾ പറയാം 15 സേഫ് ആവാം. പക്ഷെ ചില സമയത്ത് അങ്ങനെ വിചാരിക്കുന്ന സ്കിറ്റ് അങ്ങ് കേറി അങ്ങ് പോകും. അപ്പൊ നമ്മള് നമ്മള് ഭൂതത്തിന്റെ സ്കിറ്റ് കളിച്ച സമയത്ത് ഒരു സ്കിറ്റ് ഫസ്റ്റ് ചിരി നമ്മൾ എഴുതിയ സ്കിറ്റ് മൊത്തം അത് ഗ്രൂമർ അപ്പൊ ഇല്ല. നമുക്ക് പുള്ളിക്ക് വയ്യാതായി പുള്ളി പോയി, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതുന്നു, നമ്മള് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ എഴുതി ഫുള്ളൊക്കെ എഴുതി നമ്മള് പോയി കാണിക്കുന്നു. 15 നമ്മളെ രാധികേച്ചി നമ്മളെ റെഡി 15 പിടിക്കുക, 5 അടിച്ച് വെറുതെ 15 സേഫ് ആവാം. ഞങ്ങൾ നിന്ന് ഫ്ലോറിലേക്ക് കയറി 2 ഡയലോഗ് കയ്യടി, ലാസ്റ്റ് വരെ കയ്യടി, ലാസ്റ്റ് വരെ അടിപൊളി സ്കിറ്റാണ്. അത് ട്രെൻഡിങ്ങിലുണ്ടായിരുന്നു ഭൂതത്തിന്റെ ഒരു സ്കിറ്റ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവള് ഭൂതമായിട്ട് ഇവിടെ കാണുമ്പോ ഭൂതം അല്ല, ഞാൻ ഓൾറെഡി അങ്ങനെയാണെന്ന് പറയാൻ വരല്ലേ. അല്ല അതല്ലായിരുന്നു ഉദ്ദേശിച്ചത്, നല്ലതാന്ന് പറയാൻ വന്നതിന്. സോറി, നമ്മുടെ കയ്യിലല്ലോ. അതെ അതെ അതെ. ഈ മാനാവാനും മയിലാവാനും എന്താ എന്നാ ഈ പെരമത്തരുടെ ഷീറ്റ് അത് എങ്ങനെ പറ്റിയ ഐഡിയ? അത് ബെല്ലാന്റെ ബെല്ലാന്റെ ആണോ പറഞ്ഞത്? ശിവയും ബെല്ലാന്റെയും ഫ്രണ്ട്സ് സഹായിക്കൂട്ടോ. ഫ്രണ്ട്സ് പറഞ്ഞാൽ അവിടെ ഫാമിലി പോലെ. കാരണം 4 വർഷമായിട്ട് ഇവരെ കാണും, നമ്മൾക്ക് അതാണ് ഫാമിലി ഫ്രണ്ട്സ് അവിടെ. അപ്പൊ ശിവയും ബെല്ലാന്റെ നമ്മളൊക്കെ എല്ലാവരും കൂടെ ഇരുന്നപ്പോ അരുൺ ഇത് പറഞ്ഞു നോക്കി ഇങ്ങനെ സാധനം ബെല്ലാന്റെ എന്ന് പറഞ്ഞാല് അരുൺ മണിനാട് ഇതാണ്. അപ്പൊ അവൻ മണിനാട് സൂപ്പർ ഒന്ന് സെറ്റപ്പ് അങ്ങനെ ആക്കിയതാ. ബെല്ലാന്റെ ഒരു പ്രൊമോഷൻ. അപ്പൊ അവൻ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു അടി ഇങ്ങനെ സാധനം പറഞ്ഞു നോക്ക്. അപ്പൊ മാനാവാനും മയിലാവാനും അങ്ങനെ തൽക്കാലം ഒരു ഷീറ്റ് ആവാൻ പറ്റുമോ? ഇവിടെ ചെറിയൊരു ചോർച്ചുണ്ട്, ഇത് അടക്കാണ് ഇവിടെ വർത്താനം പറയാം. നല്ല ചിരിയായിരുന്നു അതിനകത്ത്. എനിക്ക് നല്ല ചിരിയാ. ഈ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇവര് ജഡ്ജസ് ഒക്കെ പറഞ്ഞിരുന്ന ചില ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടല്ലോ. ദൃശ്യം ആദ്യം കുറച്ച് ഓവറായിരുന്നു, കുറച്ച് കേട്ടിട്ടാ കളിക്കണേ. അത് നമ്മള് ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ കളിച്ച് നിൽക്കുന്ന സമയത്ത് ഇത് കുറയ്ക്കാൻ അങ്ങനെ പറ്റൊന്നുമില്ലല്ലോ. അതെങ്ങനെ കുറച്ചത്? സംഭവിച്ചത് എങ്ങനെയാണെന്നറിയാം. നമ്മള് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സാധനം ഏക്കൂല നമുക്ക് മൈൻഡിലും ഒരു ചിരിയും കിട്ടിയില്ല താഴെയാന്ന് തോന്നും. കാരണം ചിരിയില്ല, സൈലന്റ് ആയിരിക്കും ഫ്ലോർ. ഇല്ലെങ്കിൽ ജഡ്ജസിന്റെ ചിരി കിട്ടും, നമ്മൾ ഓഡിയൻസിലെ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ദൈവമേ ഇത് തീർക്കണം നമുക്ക്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കളിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ബോധം നമ്മളെ മനസ്സിൽ വന്നിട്ട് നമ്മക്ക് അപ്പൊ തോന്നൂല ഇത് ഓവറാണെന്ന്. പക്ഷെ നമ്മള് കളിക്കുന്ന കാണുന്നവർ അത് സംഭവിച്ചത് എന്താണെന്നറിയോ? നമ്മൾ അതുവരെ കളിച്ച സ്കിറ്റ് അല്ലാതെ നമ്മൾ വേറെ സ്കിറ്റ് കളിച്ചായിരുന്നു. കളിച്ചപ്പോ അത് പൊളിഞ്ഞപ്പോ എനിക്ക് ഓൾറെഡി അതിലൊരു വെപ്രാളം അതിനകത്ത്. അപ്പം അത് ഈ വേറെ ഒരാളെ കൂടെ വേറെ പേരന്റെ കൂടെ ചെയ്തത്. അപ്പം വെപ്രാളം വെച്ചപ്പം ഇത് ഏക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ വെപ്രാളം പ്ലസ് ഞാൻ കേറ്റി കളിച്ചത്. അപ്പൊ നമുക്ക് ഓവറായിട്ടാ ഫീൽ ചെയ്തത്. ഒരാഴ്ചക്ക് ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര മഞ്ജു ചേച്ചി ഇത്ര കാലം എന്നോട് അത് പറഞ്ഞു, ഇത്ര വർഷം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കത് വിഷമായി. മഞ്ജു ചേച്ചി അത് പറഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. പിന്നെ അടുത്ത സ്കിറ്റ് വന്നപ്പോ തിരുത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് മുമ്പ് കളിച്ച സ്കിറ്റൊക്കെ നമുക്ക് ഇതാവും. കാരണം നമ്മള് ഫാമിലി ആയിട്ട് അങ്ങനെ ഇരിക്കും. മഞ്ജേച്ചിനൊക്കെ നമ്മൾ അത്രയും അങ്ങനെയാണ് നമ്മള് അഭിപ്രായങ്ങൾ അത്രയും പറയാം. ഭയങ്കര ഇഷ്ടം, ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ടാണ് നമ്മൾ അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ മഞ്ജേച്ചി പറഞ്ഞ എനിക്ക് ഭയങ്കര ഫീല. ഞാൻ ഇവിടെ അടുത്തും പറഞ്ഞു ഇന്ന് നല്ല മനസ്സിലാണ്. എല്ലാ മനസ്സിലും മഞ്ജേച്ചി വന്ന് കെട്ടിപ്പിടിച്ചു. ഇപ്പൊ അന്ന് ഗോൾഡൻ ബമ്പർ അടിച്ച സമയത്ത് ഇങ്ങനെ എന്റെ വീട്ടുകാരാണ് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട്, എനിക്കതിപ്പോ പറയണമെന്ന് തോന്നി, അമ്മടിയിലിരുന്ന് പ്രാർത്ഥിക്കായിരിക്കുന്നൊക്കെ പറഞ്ഞില്ലേ? അത് അങ്ങനെ നാച്ചുറലി അങ്ങനെ പറയണം തോന്നാനുള്ള കാര്യം എന്തായിരുന്നു? അത് മുമ്പ് അങ്ങനെ അഡ്രസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഇപ്പം പണ്ടൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ആ ഷെഡ്യൂളിന് വന്നോണ്ടിരുന്നത്. അപ്പൊ മോനുള്ളതുകൊണ്ട് മോൻ ഒറ്റയ്ക്ക് വീട്ടിൽ ഞാനില്ലാതെ രാത്രി, പകലൊക്കെ ഓക്കെ, രാത്രി ഒന്നും അവന് നിൽക്കാൻ പറ്റില്ല. അപ്പൊ മോനെയും കൊണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് അങ്ങനെ വരണമെങ്കിൽ കൂടെ ഒരാൾ വരണം. കൂടെ ഹസ്ബൻഡിന് എന്തായാലും ജോലി ഇത്രയും 3-4 ദിവസം മാറ്റി വെക്കാൻ പറ്റില്ല. ഹസ്ബൻഡ് ബാങ്കിലാ, ഫിനാൻസിലാ. അപ്പം ഹസ്ബൻഡിന്റെ അമ്മ കൂടെ വരും. അമ്മ ഹൗസ് വൈഫാണ്, അതുകൊണ്ട് കൂടെ വരും. അപ്പം അമ്മ ഞാൻ ഗ്രൂമിങ്ങിന് മേലെ പോകുമ്പോ അമ്മ താഴെ മോനെ നോക്കും. പുള്ളി അവിടെ എല്ലാവരുമായിട്ട് സെറ്റാ. മഞ്ജു ചേച്ചിനെ മഞ്ജു കാർത്തി മഞ്ജുച്ചിന്റെ ഫ്ലോർ എന്ന് പറഞ്ഞു. എന്റെ മോനെ ഒന്നുകിലും നല്ലോണം നിർത്തിക്കല്ലേ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. അപ്പം ഇവനെ നോക്കണമെങ്കിൽ കുറച്ച് പാടാ, കുറുമ്പുള്ള സമയമല്ലേ.
അപ്പൊ നമ്മളെ കൂടെ ഒരാൾ വന്നാലേ എനിക്ക് ഇവിടെ വരാനും പറ്റുള്ളൂ. അപ്പൊ താഴെ കുട്ടീനെ നോക്കാന്ന് പറയുന്ന വലിയൊരു ഡ്യൂട്ടിയാ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കുക. സ്കിറ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ പാടാണ് കുട്ടികളെ നോക്കുക. അപ്പൊ എന്നെ കണ്ടാലേ അവൻ അലമ്പുള്ളൂ, അമ്മയുടെ അടുത്താണ് നല്ലപോലെ ഇരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിവിടെ എത്തിയ സാഹചര്യം, ഞാൻ ഇവിടെ എത്തിയതുകൊണ്ടാണല്ലോ, നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മൾ എപ്പോഴും ഓർക്കണല്ലോ. കാരണം ഹസ്ബൻഡ് ആണെങ്കിലും വീട്ടുകാരാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്റെ സ്വന്തം വീട്, ഞാൻ അതിൽ പറഞ്ഞ പോലെ തന്നെ എന്റെ സ്വന്തം വീട്ടില് എനിക്ക് ഭയങ്കര സപ്പോർട്ടാ, എല്ലാം അവിടെ പോവാനും എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോഴും അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ വരിക എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ ഇതല്ലേ. അപ്പം ഇമോഷണൽ ആയ സമയത്ത് അതിങ്ങനെ ഉള്ളിൽ നിന്ന് അനർഘ നിർഗളമായി പുറത്തേക്ക് ഒഴുകി അങ്ങ് പോയതാ. മതി. എന്റെ വീട്ടിലും ഇതുപോലെ തന്നെ നല്ല സപ്പോർട്ടാ. ഇനിയിപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിൽ, ഹസ്ബൻഡ് പിന്നെ ഇതിലേക്കൊക്കെ പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ സ്കിറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് പറയും, ചിലപ്പം വിളിക്കുന്ന പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് എന്തായി അങ്ങനെ ചെയ്തു, അങ്ങനെ ആയോ, എത്രയായി, ഓക്കെ ആണോ, കൗണ്ടർ ഉണ്ടോ ഒക്കെ ചോദിക്കും. അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ് ഹസ്ബൻഡിന്റെ വീട്ടിലായാലും. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുള്ള സ്കിറ്റ് ഏതാ നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ട്? ഭൂതത്തിന്റെ സ്കിറ്റ് നമ്മൾ ഇരുന്ന് ഒറ്റയ്ക്ക് നമ്മള് എടാ 5 താന്നു, കാരണം ഇത്രയും ബമ്പർ അടിച്ച് നിൽക്കുക. ഒരു 15 പിടിക്കാം. അതും രണ്ട് ദിവസം കൊണ്ട് സെറ്റ് ചെയ്തല്ലേ നമ്മള്? 2 ദിവസം, ഒറ്റ ദിവസം പിറ്റേന്ന് കളിച്ചില്ലേ, ഒറ്റ ദിവസം കൊണ്ട് നമ്മള് സെറ്റ് ആക്കിയ സ്കിറ്റ്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ നമുക്ക് ഉണ്ടായ ഗ്രൂമർക്ക് വയ്യായി വന്നതുകൊണ്ട് പുള്ളി പോയി. അപ്പൊ നമുക്ക് ആ കണ്ടന്റ് മൊത്തത്തിൽ മാറ്റേണ്ടി വന്നു. കാരണം ചില കണ്ടന്റ് വർക്ക് ആവൂല. നമ്മൾ കണ്ടന്റ് പിടിച്ചിട്ട് നമ്മൾ 2-3 ഡയലോഗ് പറഞ്ഞ പിന്നെ ഏരിയ ഉണ്ടാവില്ല അവിടെ ഇടിച്ചു നിൽക്കും. ചില കണ്ടന്റ് നമ്മൾ മാറ്റും, മൊത്തത്തിൽ മാറ്റി പുതിയതെടുക്കും. അപ്പോഴേക്ക് ഇത് പഠിച്ചു വെച്ച തല എന്തായി, അത് മൊത്തം മാറ്റി. അങ്ങനെ നിന്ന സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ അത് ഞങ്ങളുടെ സ്വന്തം മേക്കപ്പ് ഇന്ന് പ്രത്യേകം പറഞ്ഞു, പോകുമ്പോ പറയണം ഞങ്ങള് രതീന വിളിക്കും. പുള്ളിക്കാരൻ പറഞ്ഞാ ഭൂതം ഒരുപാട് ഫ്ലോറുകളിൽ കണ്ടിട്ടുണ്ട്, ആണുങ്ങൾ ചെയ്ത്. ഭൂതത്തിന്റെ ഭാര്യ ആരും കണ്ടില്ലല്ലോ. അപ്പം ഇതായിരിക്കണം ഇവിടെ വെച്ചിട്ട് 2 സൈഡിൽ ഇങ്ങനെ തൂക്കിട്ട് പുള്ളി ചെയ്തതാ. എന്റെ സ്വന്തം ഹെയർ ആയിരുന്നത്, പിന്നെയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആക്കിയത്. ഈ മറ്റേ ലേഡി സൂപ്പർ സ്റ്റാറും ജൂനിയർ ആർട്ടിസ്റ്റും അപ്പൊ അതിനകത്ത് ഈ 2035 എങ്ങനെയായിരിക്കും എന്നുള്ള ഇമാജിനേഷൻ അല്ലേ, അത് എങ്ങനെയാ സെറ്റ് ആയത്? വിഷ്ണുവേട്ടനായിരുന്നു നമ്മളെ മെയിൻ ഗ്രൂമർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഫസ്റ്റ് ഞങ്ങള് ബമ്പർ അല്ലേ, ഞങ്ങൾ 2ാമത്തെ സ്കിറ്റാണ് ചെന്നു. അപ്പൊ പുള്ളി പറഞ്ഞ കണ്ടന്റാ ഇങ്ങനെ പറയാൻ, പുള്ളി പറഞ്ഞിട്ട് നമ്മളെ സെറ്റാക്കി. ഈ മഞ്ജു ചേച്ചി ഇങ്ങനെ അടിക്കണത് മഞ്ജുചേച്ചി അത് ചിരിച്ച് ചിലപ്പം ഭയങ്കര ചിരിയൊക്കെ വന്ന മഞ്ജുചേച്ചി അങ്ങനെ ചിരിക്കുക. നസീർക്ക് അവരെങ്ങനെ ഇങ്ങനെ തന്നെയാ, സ്കിറ്റിലൊക്കെ ഇങ്ങനെ തന്നെയാ. കൂടെ അങ്ങനെ അടിച്ച് ചിരിക്കുമ്പോഴേ അത് ചിരി വന്നിട്ടാണോ അല്ലേന്നൊന്നും നമുക്ക് അറിയില്ല. സ്വതവേ ഞാൻ ചിരിക്കാൻ അടിച്ചു. നിങ്ങളുടെ ലവ് മാരേജാ? ലവ് മാരേജാ. എനിക്ക് തോന്നി പറഞ്ഞല്ലോ. പറഞ്ഞില്ല. പിന്നെ ഇറങ്ങില്ലല്ലോ. ശരി. അപ്പൊ ലവ് ഇല്ലല്ലോ. ലവ് മാരേജ് ആയിരുന്നു. 2 വർഷം പ്രേമിച്ചു. സൂപ്പർ സീനിയർ ആയിരുന്നു ആള്. ഹസ്ബൻഡിന്റെ പേര് അഖിൽദാസ്. ഞാനത് നേരത്തെ സൂപ്പർ സീനിയർ ആണ്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കോളേജില്. പക്ഷെ പുള്ളി ഇതേപോലെ എന്നെ കൂക്ക് വിളിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട്. ഞാൻ മിമിക്രി ചെയ്യുമ്പോ കൂക്ക് വിളിക്കാൻ ഇരുന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. കൂക്ക് വിളിക്കുന്ന അത് ചില ഞങ്ങളുടെ സാധനം ചിലർക്ക് കിട്ടൂല പറയുമ്പോഴേ. അപ്പൊ പുള്ളി പിന്നെ അത് കഴിഞ്ഞ് നമ്മള് 2-3 വർഷമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ FB-ലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോകുമ്പോ ഹായ് എന്നൊക്കെ ഒരു മെസ്സേജ്. എനിക്ക് മെസ്സഞ്ചർ ഇല്ലായിരുന്നു, വെറുതെ ഇരുന്നപ്പോ ഞാൻ ഹായ് കണ്ടപ്പോ നല്ല ചെക്കനാണല്ലോ, ഓക്കെ മെസ്സഞ്ചർ ഡൗൺലോഡ് ചെയ്തേക്കാം എന്ന് പറഞ്ഞൊരു ഹായ് ഇട്ടതാ. പിന്നെ ഞാൻ ആ മെസ്സഞ്ചർ ഉപയോഗിച്ചില്ല, ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരു മെസ്സേജ് എനിക്ക് പേടിയാണ്. അങ്ങനെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സായി സെറ്റായി. പിന്നെ കല്യാണപ്രായമൊക്കെ ആയ സമയമായതുകൊണ്ട് പുള്ളി ഇങ്ങനെ വീട്ടിൽ പറഞ്ഞ് ഭാഗ്യത്തിന് 2 വീട്ടുകാർക്കും പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് വളരെ നല്ല പോലെ തന്നെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു. പക്ഷെ കൊറോണ സമയമായതുകൊണ്ട് 20 ആളെ വെച്ച് കഴിച്ച്